ഇപ്പോൾ നമുക്കൊപ്പം ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. ഇതേപോലെ ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപകനാകാൻ ആഗ്രഹിച്ച് അവിടെ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അപ്രൂവൽ ആവാതിരിക്കുന്ന ഒരു അധ്യാപകനാണ് നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ പേര് പറയരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. മാഷേ, ഞാൻ പേര് ചോദിക്കുന്നില്ല. ഏത് വിഷയമാണ് മാഷ് പഠിപ്പിക്കുന്നത്? ഞാൻ പഠിപ്പിക്കുന്ന ഹിന്ദിയാണ്. ഹിന്ദിയാണ്. ഇപ്പൊ എത്ര നാളായി അവിടെ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട്? ഇതിപ്പോൾ 4ാമത്തെ വർഷമാണ്. ഇതുവരെ ഒരു പൈസ പോലും സാലറി ലഭിച്ചിട്ടില്ല. ഈ ദിവസവേതനവും കിട്ടിയിട്ടില്ലേ? ഇല്ല, ദിവസവേതനവും കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ഭിന്നശേഷി മുതലായ പ്രശ്നങ്ങൾ കൊണ്ടാണ് പ്രശ്നങ്ങളെന്നാണ് അവർ പറയുന്നത്. ഈ മാഷ് പിന്നെ എല്ലാ ദിവസവും അവിടെ പോകുന്നുണ്ടോ? സ്കൂളിൽ പോകുന്നുണ്ടോ? തീർച്ചയായും എല്ലാ ദിവസവും പോകുന്നുണ്ട്. ശനി ഞായറും വേറെ പണിക്ക് പോകും. ഇന്നലെയും കൂടി ഒരു പണിക്ക് പോയി വന്നതേ ഉള്ളൂ. അപ്പൊ പിന്നെ കാര്യങ്ങളിൽ ചെലവൊക്കെ എങ്ങനെയാ നടക്കുന്നത്? അത് തന്നെയാ പറഞ്ഞത്. 2 ശനി ഞായറൊക്കെ പണി കിട്ടുകയാണെങ്കിൽ പണിക്ക് പോകും. എല്ലാ ദിവസവും കിട്ടണം നിർബന്ധമൊന്നുമില്ല. കൃഷിപ്പണിയും ഡ്രൈവർ പണിയൊക്കെ ആണോ? ഡ്രൈവർ രണ്ടുമല്ല, ചുമടെടുപ്പ് അങ്ങനത്തെ പണികളാണ്. ഡ്രൈവിംഗ് പണി അറിയാമെങ്കിൽ ഇപ്പൊ അങ്ങനെ പണി കിട്ടാറില്ല. കുടുംബമൊക്കെ ഇല്ലേ മാഷേ? കുടുംബമുണ്ട്, കുട്ടിയുണ്ട്. കുട്ടിക്ക് ഡയപ്പർ വാങ്ങാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഈ കിട്ടുന്ന പൈസ പെട്രോൾ അടിക്കാനേ തികയുള്ളൂ. ഈ മാനേജ്മെന്റ് എന്താ പ്രതികരിക്കുന്നത്? മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് പേപ്പറുകളൊക്കെ ക്ലിയർ ആണ്. ഇനിയിപ്പോ നമ്മുടെ കുറെ സീനിയേഴ്സ് നിൽക്കുന്നുണ്ട്. നമുക്ക് മുമ്പുള്ള സീനിയേഴ്സിന്റെ ഒക്കെ പെൻഡിങ് നിൽക്കുന്നുണ്ട്. അതെല്ലാം പെൻഡിങ് നിൽക്കാൻ കാരണം ഭിന്നശേഷിയുടെ വിഷയമാണ്. അത് ഈ ഓഫീസിൽ നിന്നും ഫലപ്രദമായിട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല. എവിടെയാ ഈ തടസ്സം? ഈ ഓഫീസിലാണോ? ഈ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ മുഴുവൻ തടസ്സമാണ്. അതുകൊണ്ടാണ്. അല്ല, നിലവിൽ ഉത്തരവ് പ്രകാരം ഭിന്നശേഷിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥി അവിടെ അപേക്ഷിച്ചിട്ടുണ്ടോ സ്കൂളിൽ? തീർച്ചയായും ഭിന്നശേഷിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പോസ്റ്റുകൾ മാറ്റിവെച്ചു. ഇപ്പൊ NSSന്റെ ഒരു വിധി ഇറങ്ങിയത് അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. NSSന്റെ വിധി മറ്റുള്ളവർക്കും ബാധകമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വിധിയുടെ വിശദാംശങ്ങളെ കുറിച്ച് അറിയില്ല. അപ്പോൾ അവർ ഒരു ക്ലർക്കിനോട് ചോദിക്കുകയാണ് ചെയ്തത്, NSSന്റെ വിധി എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ക്ലർക്ക് പറഞ്ഞത് NSSന്റെ വിധി NSSന് മാത്രമേ ബാധകമൂ എന്നുള്ളതാണ്. മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനത് സൂചിപ്പിച്ചു. പത്രവാർത്തയൊക്കെ ഉണ്ടല്ലോ. ആ പത്രവാർത്തയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കോടതി വിധി കിട്ടിയിരുന്നോ മാഷിന്? എനിക്ക് അതിന്റെ പകർപ്പ് കിട്ടിയിരുന്നു. പക്ഷേ അതിന്റെ ഡൗൺലോഡ് ചെയ്താൽ ആ കോപ്പിയുടെ ഉള്ളിൽ ആ ഓർഡർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. അത് ഞാനത് നേരിട്ട് കോപ്പി കണ്ടില്ല. ഞാൻ നമ്മുടെ റിപ്പോർട്ട് കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ ആ വിധി നേരിട്ട് കണ്ടിട്ടില്ല. എങ്കിലും അത് കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി. നിങ്ങളെ പോലുള്ളവർക്ക് ഒരു പെട്ടെന്ന് ജോലിയിൽ പ്രവേശിച്ച് ശമ്പളം കിട്ടാൻ പറ്റും. കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് NSSന് വേണ്ടി മാത്രമേ ബാധകമാകുള്ളൂ എന്നാണ്. അപ്പൊ മാഷേ, ഒരു സംശയം, ഇനിയിപ്പോ സർക്കുലർ വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ പാസ്സായാണെങ്കിലും ഈ 4 വർഷത്തെ ശമ്പളം കിട്ടാൻ സാധ്യതയുണ്ടോ? പാസ്സായി കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ആണ്. അപ്പം ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണല്ലേ? ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ അവർ പറയുന്ന DG എന്നുള്ള സർക്കുലർ വരണം. ആ സർക്കുലർ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഇടപെട്ട് ആ സർക്കുലർ ഇടപെട്ട് അവർക്ക് കൊടുത്താൽ അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേരുടെ ജീവിതം വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. തീർച്ചയായും ഡോക്ടർ അരുൺ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു മാഷേ. എനിക്കൊന്ന് ഒരുപാട് പേര് ചിലയിടങ്ങളിലൊക്കെ ഡൊണേഷൻസ് ഒക്കെ കൊടുത്തു കയറിയവരുണ്ട്, ബുദ്ധിമുട്ടിലായവരുണ്ട്. അതിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഇത് PSCക്ക് വിടണം എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒറ്റ ശ്വാസത്തിൽ പറയുന്നത്. നിലവിലത്തെ സാമൂഹിക സാഹചര്യത്തിൽ അത് സാധ്യമല്ലെന്നറിയാമല്ലോ. പക്ഷേ ഈ അധ്യാപകരുടെ അവസ്ഥ വളരെ മോശമാണ്. അവർ പഠിപ്പിക്കാൻ വേണ്ടി ഈ വിദ്യാർത്ഥികളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ചങ്ക് പെടഞ്ഞുകൊണ്ടാണ് ഇവർ പോയി നിൽക്കുന്നത് പലരും എന്നുള്ളതാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, ഈ കാരൂരിൻ്റെ ഒരു കഥയുണ്ടല്ലോ, പൊതിച്ചോറ് എന്ന് പറയുന്ന ആ കഥയിൽ ഒരു ഹെഡ് മാസ്റ്റർ ഈ പൊതിച്ചോറെടുത്ത് മോഷ്ടിച്ച് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ മാഷന്മാർക്കൊന്നും അധികം ശമ്പളമില്ലല്ലോ സ്കൂളിൽ പഠിപ്പിക്കുന്നവർക്ക്. ഇപ്പോൾ അത്യാവശ്യം നല്ല ശമ്പളം ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നവർക്കും UP യിൽ പഠിപ്പിക്കുന്നവർക്കും ഒക്കെ ഉണ്ട്. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പ്രാഥമിക വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അത്ര വലിയ ശമ്പളമൊന്നും പഴയ കാലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹെഡ് മാസ്റ്റർ വിശന്ന സമയത്ത് ഈ പൊതിച്ചോറ് കഴിക്കുന്ന ഒരു കഥ കാരൂർ എഴുതിയിട്ടുണ്ട്. ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. ഇന്നിപ്പോൾ ഈ എയ്ഡഡ് അധ്യാപകരുടെ കാര്യത്തിൽ വാർത്ത വരുന്ന സമയത്തും നമുക്ക് കാരൂരിലെ ചെറുകഥയിലെ ഹെഡ് മാസ്റ്ററിനെയാണ് ഓർമ്മ വരുന്നത്. ആ അധ്യാപകർ വിശന്നുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളുടെ മുന്നിൽ ക്ലാസ് എടുക്കാൻ വന്ന് നിൽക്കുന്നത്. എന്തെങ്കിലും അപ്രൂവൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അവർ.